നമ്മൾ ഇവിടെ ജനനമെടുത്തത് അത് പ്രകൃതി ഒക്കെയാണ്. അതൊരു പ്രകൃതിയാണ്. നമ്മളിവിടെ ജനനമെടുക്കാനുള്ള കാരണം പ്രകൃതിയാണ്. കാരണം നമ്മുടെ മാതാവും പിതാവും ശാരീരികമായി ബന്ധപ്പെട്ടപ്പോൾ അതിൻ്റെ ഭാഗത്ത് നിന്ന് അതൊരു നാച്ചുറലായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ജനിക്കാനുള്ള കാരണം. അപ്പം നമ്മൾ ജനിച്ചത് ഓരോ ജാതിയിലും മതത്തിലും അല്ലെങ്കിൽ പല കമ്മ്യൂണിറ്റിയിലും ആവും. അതും പ്രകൃതിയാണ്. അതായത് അതും നാച്ചുറലാണ്. കാരണം ഞാൻ മുസ്ലിമായിട്ട് ജനിച്ച് അല്ലെങ്കിൽ ഹിന്ദുവായിട്ട് ജനിച്ച് ക്രിസ്ത്യാനിയായിട്ട് ജനിച്ച് ഞാനൊന്നും ചെയ്തിട്ടല്ല ഞാൻ അങ്ങനെ ജനിച്ചത്. അതുകൊണ്ട് തന്നെ അതും നാച്ചുറലാണ്. എന്നാൽ ജീവിക്കണമെങ്കിൽ നാച്ചുറലിനേക്കാൾ അപ്പുറത്ത് നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഈ ശരീരം നമുക്ക് രൂപം കൊണ്ടത് പ്രകൃതിയിൽ നിന്നാണ്. ഓക്കെ, പക്ഷേ ഈ ശരീരമായിട്ട് നിലനിൽക്കാനൊരു കാരണമുണ്ട്. അതൊരിക്കലും പ്രകൃതിയിൽ നിന്നല്ല, അത് ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തിയിൽ നിന്നാണ്. ആ ശക്തിയെ തിരിച്ചറിയുമ്പോൾ മാത്രമേ എന്തായിരുന്നു നമ്മുടെ നാച്ചുറെന്നും ആ നാച്ചുറിനെ എങ്ങനെ കൈകാര്യം ചെയ്താൽ ഈ ശക്തിയെ ഉപയോഗിച്ചിട്ട് അതിനെ കൃത്യമായിട്ട് ആ നാച്ചുറിനെ ഞാൻ അറിഞ്ഞാൽ മാത്രമേ, അത് ഈ ശക്തിയെ കൃത്യമായിട്ട് ഉപയോഗിച്ച് ഈ പ്രകൃതിയെ ഞാൻ അറിഞ്ഞാൽ മാത്രമേ എനിക്കിവിടെ തുടരാനുള്ള അർഹതയുള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരാൾ മുസ്ലിമായിട്ടല്ല ഇസ്ലാമിൽ ജനിച്ചതുകൊണ്ട് അയാൾ മുസ്ലിം ആവില്ല. ഒരാൾ ഇന്ത്യയിൽ ജനിച്ചതുകൊണ്ട് അയാൾ ഹിന്ദു ആവില്ല. ഒരാൾ ക്രിസ്ത്യാനിറ്റിയിൽ ജനിച്ചതുകൊണ്ട് അയാൾ ഒരിക്കലും ക്രൈസ്റ്റുമായിട്ടോ അല്ലെങ്കിൽ ആ മതപരമായിട്ടുള്ള അവസ്ഥയുമായിട്ടോ അയാൾക്കൊരു ബന്ധവും വരില്ല. മറിച്ച് ഞാൻ മുസ്ലിമാണ്, ഇതാണ് എൻ്റെ പ്രകൃതം എന്നുള്ള ഒരു സ്വപ്നം ക്രിയേറ്റ് ചെയ്യാൻ മാത്രമേ ഈ പറയുന്ന പ്രകൃതി എന്ന് നാം വിലയിരുത്തണ അല്ലെങ്കിൽ എൻ്റെ പ്രകൃതം ഇതാണ്, ഇതെത്രയോ പഴക്കമുള്ള 1500 വർഷം പഴക്കമുള്ള ഈ ഇസ്ലാമിൽ ഞാൻ ജനിക്കാനുള്ള കാരണം എൻ്റെ പ്രകൃതിയാണ് എന്ന് ഞാൻ തീരുമാനമെടുക്കുമ്പം ഈ പ്രകൃതിയുടെ അപ്പുറത്ത് നിന്ന് ഈ പ്രപഞ്ചം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് കോടാനുകോടി വർഷമായിട്ട് ഇവിടെ ലൈഫ് നിലനിൽക്കുന്നത് എന്നുള്ള ആ നഗ്നമായ സത്യത്തെ ഞാൻ മറന്നു പോകും. അല്ലെങ്കിൽ എൻ്റെ സ്വപ്നങ്ങൾ എന്നെക്കൊണ്ട് അതിന് താൽക്കാലികമായിട്ട് മുന്നിലൊരു മറയായിട്ട് എൻ്റെ മുന്നിൽ കാണിച്ചു തരും. അതായത് ഈ സൂര്യപ്രകാശത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ കാര്യങ്ങളെ കാണുമ്പം നമ്മൾ ആ കാര്യങ്ങളിൽ നമുക്ക് പുതുമ ലഭിക്കണം. അല്ലാതെ അത് കാണാൻ സാധിക്കണ ആ വെളിച്ചം നമ്മളിൽ വീശുന്നതായിട്ട് നമുക്കറിയാൻ പറ്റണില്ല. കാരണം എന്താ, നമ്മൾ പ്രകൃതിയിൽ സ്റ്റക്കാണ്. അല്ലാതെ ആ പ്രകൃതിക്ക് കാരണമായ ഒരു ശക്തി പ്രവർത്തിക്കുന്ന അവസ്ഥ വെച്ചിട്ട് ഈ പ്രകൃതിയെ അനലൈസ് ചെയ്യാൻ നമുക്ക് കപ്പാസിറ്റി ഇല്ല. കാരണം എന്തുകൊണ്ടാണ്, നമ്മൾ ഓൾറെഡി പലതായിട്ട് ഇതാണ് എൻ്റെ പ്രകൃതം, ഞാനിങ്ങനെയാണ്, ഇതാണ് എൻ്റെ ഇഷ്ടം, ഇതെനിക്കിഷ്ടമില്ലാത്തതാണ്, എൻ്റെ പടച്ചോൻ ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്, ഈ മൂലയ്ക്ക് നോക്കിക്കഴിഞ്ഞാലാണ് എൻ്റെ കന്നിമൂല, അല്ലെങ്കിൽ പടിഞ്ഞാറ് വശത്തേക്ക് നോക്കിയിട്ട് വിളിച്ചാൽ മാത്രം കേൾക്കുന്ന ദൈവമാണ് എനിക്കുള്ളത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ തലയിൽ നമ്മൾ കയറ്റി വെച്ചത് കൊണ്ടാണ് നമുക്ക് ഈ പ്രകൃതത്തിൽ നിന്ന് മാറാൻ പറ്റാത്തത്. പ്രകൃതി എന്ന് പറഞ്ഞാൽ നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഏതവസ്ഥയിലാണോ ഉള്ളത്, ഇപ്പം ഞാനൊരു ചെറിയ ചട്ടക്കൂടിൻ്റെ ഉള്ളിലാണ്, ഒരു പാരഡോക്സിൻ്റെ ഉള്ളിലാണുള്ളതെങ്കിൽ ഈ പ്രകൃതിയുടെ അപ്പുറത്തുള്ള ഈ വിശാലമായ ശക്തി ഉപയോഗിച്ചിട്ട് ഈ പ്രകൃതിയെ അല്ലെങ്കിൽ ഈ പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങളെ എനിക്ക് വിലയിരുത്താൻ സാധിക്കുമ്പം അവിടെയാണ് ഞാനായിട്ടുണ്ടാക്കിയ ഈ കൂട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. കാരണം ആ എക്സ്പാൻഷൻ അവിടെ സംഭവിക്കണം. അപ്പം ഞാൻ ഷാഫിയാണ് എന്നുള്ളൊരു ഭാഗം തീരുമാനം എടുത്തിട്ട് ഞാൻ ഇരിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ എന്നെ തന്നെ ഒരു കൂട്ടിലാക്കി വെച്ചിരിക്കുകയാണ്.
അല്ല അതെൻ്റെ പ്രകൃതിയാണോ, ഞാനിങ്ങനെയാണ്, ഞാൻ പച്ചക്കറി മാത്രമേ കഴിക്കുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഇറച്ചി മീനും കൂട്ടുമ്പോൾ എൻ്റെ ദഹനത്തിന് കംപ്ലൈൻ്റാണ്, അതുകൊണ്ട് ഞാൻ പച്ചക്കറി മാത്രമേ കഴിക്കുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ പറ്റൂല, ഇന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പം ഐ ഫീൽ ഗുഡ്, മറിച്ച് വേറെ കുറച്ച് ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പം എനിക്ക് എന്തോ ഡിസ്റ്റർബൻസാണ്. കാരണം ഇതെല്ലാം നമ്മൾ പോലും അറിയാതെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തീരുമാനങ്ങളാണ്. അപ്പോൾ ഈ തീരുമാനങ്ങൾ നമ്മളെ പ്രകൃതിയാണെന്ന് നമ്മൾ വിലയിരുത്തുമ്പം ഈ പ്രകൃതിയേക്കാൾ അപ്പുറത്ത് നമ്മളിൽ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഈ ശക്തിയുമായിട്ടുള്ള ബന്ധം നമുക്ക് വിട്ടുപോകും. പിന്നെ ഈ പ്രകൃതി എന്ന് പറഞ്ഞാൽ ഇത് കാലത്തിൻ്റെ ഉള്ളിലാണ്. ഇതിന് ജനന മരണ ഈ ചാക്രിയത അല്ലെങ്കിൽ നിരന്തരം മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ എവിടെയാണോ നമ്മുടെ ശ്രദ്ധ എത്താത്തത് അവിടെ ഇതിന് ആ ശ്രദ്ധ എത്തുന്ന രീതിയിലുള്ള മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ബാക്ടീരിയയും ഒരുപാട് ഈ സെക്രിയേഷൻസ് നടത്തുന്ന ഒരുപാട് ബാക്ടീരിയകളുണ്ട്. അപ്പോൾ അവിടെ ഈ ശരീരം എനിക്ക് നൽകപ്പെട്ട ഇത് പ്രകൃതി നൽകപ്പെട്ടതല്ല, ഇത് പ്രകൃതിയുടെ അപ്പുറത്തുള്ള ഒരു ശക്തി പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇവിടെ നാച്ചുറലായിട്ട് ഇങ്ങനൊരു ശരീരം രൂപം കൊണ്ടത്. അപ്പോൾ ആ രൂപം കൊണ്ടതിൻ്റെ അപ്പുറം ഇത് പ്രവർത്തിക്കാനുള്ള കാരണം ഞാനെന്ന് പറയുന്ന അവസ്ഥ അല്ലെങ്കിൽ നമ്മളെന്ന് പറയുന്ന അവസ്ഥ ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ഇതിന് തുടർച്ച ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ഇതിൻ്റെ പ്രവർത്തനം ഏറ്റെടുക്കുന്നതെങ്കിൽ ഇത് ഈ പ്രകൃതിയുടെ ഉള്ളിൽ ലയിച്ചു പോകും. അതായത് എനിക്ക് എന്നെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒരു ശവം എങ്ങനെയാണ്, ആ ശവം നമുക്ക് ആ ആളെ സംബന്ധിച്ചാണ് അയാൾ ചത്തുപോയത്, പക്ഷെ ആ ശവം പിന്നീട് കുഴിച്ചിടുമ്പം അത് പിന്നീട് പല മാറ്റങ്ങൾക്കും ഈ പ്രകൃതി വിധേയമാക്കണം. ആ പ്രകൃതിയുടേതായ ഒരു രീതിയുണ്ട് മാറ്റങ്ങൾക്ക് വിധേയമാക്കാനുള്ള. പക്ഷെ പ്രകൃതിയുടെ അപ്പുറത്തുള്ളൊരു പ്രവർത്തനവുമായിട്ട് നമുക്ക് ബന്ധമുണ്ടെങ്കിൽ ഈ പ്രകൃതിയിൽ നമുക്ക് വേണ്ട പ്രോപ്പറായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റും. അതായത് ഒരു കാലത്തും ഒരു രീതിയിലും കോട്ടം വരാത്ത ഒരു പ്രവർത്തനം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ പ്രകൃതിക്ക് പോലും ഇവിടെ പ്രകൃതിയായിട്ട് തുടരാൻ പറ്റുന്നത്. അപ്പോൾ ഈ പ്രകൃതി ഇവിടെ മാറ്റങ്ങളിലൂടെ തുടരുന്ന അവസ്ഥ നമ്മൾക്കും കൃത്യമായിട്ട് നമ്മളെ സെൻസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ശക്തിയെ ഉപയോഗിച്ചിട്ട് നമുക്ക് അനുയോജ്യമായ രീതിയിൽ, കാരണം അവിടെ ഞാനെന്ന് പറയുന്ന വ്യക്തിയുണ്ട്, അല്ലെങ്കിൽ നമ്മളെന്ന് പറയുന്ന ഒരു എന്താ പറയുക ഈ ലൈഫിൻ്റെ ഭാഗത്ത് ആ ശക്തിയെ തിരിച്ചറിയാൻ വേണ്ടി ഒരുമിച്ചിരിക്കുന്ന ഒരു കൂട്ടം, മനസ്സിലായ ഒരു കൂട്ടം വൈബ്രേഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ പ്രകൃതിയെ ഡീൽ ചെയ്യുന്നതിന് പകരം നമ്മൾ ശക്തിയുമായിട്ട് ചേർന്നിരിക്കുന്ന ഭാഗത്താണ്. അപ്പോൾ ആ ശക്തിയാണ് പിന്നീട് പ്രകൃതിയെ ഡീൽ ചെയ്യുന്നത്, അല്ലാതെ നമ്മളായിട്ടൊന്നും ചെയ്യണ്ട. അപ്പോൾ അതിനെ പലരും പല പേരുകൾ വിളിച്ച്, ദൈവം എന്ന് വിളിച്ച്, അള്ളാഹു എന്ന് വിളിച്ച്, അല്ലെങ്കിൽ പിതാവെന്ന് വിളിച്ച്, ഓക്കെ, ഇതെല്ലാം വിളി മാത്രമേ ഉള്ളൂ. കാരണം എന്താ, എൻ്റെ സ്റ്റേറ്റ്, എൻ്റെ നാച്ചുറലായിട്ട് ഞാൻ ഇസ്ലാമിൽ ജനിച്ചപ്പം ഞാൻ മുസ്ലിമാണെന്ന് ഞാൻ ഉറപ്പിച്ച്, മനസ്സിലായ? ഞാൻ ഹിന്ദുവിൽ ഈ സംസ്കാരത്തിൽ ജനിച്ചപ്പം അഹം ബ്രഹ്മാസ്മി അല്ലേ അത് നീയാകുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ ഉറപ്പിച്ച്. ഇനി ക്രിസ്ത്യാനിറ്റിയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നീയാകണമെന്ന് പറഞ്ഞപ്പം അതും ഞാൻ ഉറപ്പിച്ച്. പക്ഷേ ഈ ഉറപ്പിക്കലെല്ലാം മനസ്സുകൊണ്ടായതുകൊണ്ട് തന്നെ പിന്നീട് ശക്തിയെ ഉപയോഗിച്ചിട്ട് ഇതിൽ വരുന്ന മാറ്റങ്ങളെ ശ്രദ്ധിക്കാൻ എനിക്ക് സാധിച്ചില്ല. അതായത് ഞാൻ ഇസ്ലാമിൽ ജനിച്ച് ഞാൻ എന്നും ഇസ്ലാമായിട്ട് തന്നെ നിൽക്കണം. കാരണം എന്താ, സങ്കല്പത്തിൽ ഞാനൊരു മുസ്ലിമാണ്. കാരണം ഞാൻ ഒരു കലിമ ചൊല്ലി, അല്ലെങ്കിൽ അടുത്ത കാര്യങ്ങൾ ചൊല്ലി, നാമം ചൊല്ലി, ജപം ചൊല്ലി, ദിക്ർ ചൊല്ലി, ഒരുപാട് കാര്യങ്ങൾ 5 മണിക്ക് എണീറ്റ് ഞാൻ നമസ്കരിച്ചത് കൊണ്ട് ആരെങ്കിലും മുസ്ലിം ആവുമോ? മുസ്ലിം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം എങ്ങനെയാണ് ഈ പ്രകൃതിയെ മാനേജ് ചെയ്യുന്നത്, അവിടെ ശരിയും തെറ്റുമൊന്നുമല്ല. ഈ പ്രപഞ്ചം എങ്ങനെയാണ്, ആ ശക്തി എങ്ങനെയാണ് എൻ്റെ പ്രകൃതിയിൽ മാറ്റം കൊണ്ടുവരുന്നത്, ആ മാറ്റത്തിനനുസരിച്ച് എനിക്ക് മാറാൻ സാധിക്കുമ്പോഴാണ് ഞാൻ ഈ ചെറിയ കൂട്ടിൽ നിന്ന് ഞാൻ പുറത്തേക്ക് കടന്നിട്ട് ഈ പ്രപഞ്ചത്തോളം ആ വിശാലമാണ്, അവിടെയാണ് ആ എക്സ്പാൻഷൻ സംഭവിക്കുന്നത്. അതിനാണ് നമ്മൾ പറയണത്, ഒന്നുമല്ലാത്തതിൽ നിന്ന്
ആ എക്സ്പാൻഡ് ചെയ്യുന്ന ഭാഗം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ബ്ലൂമിങ് അല്ലെങ്കിൽ ഇതാ വിരിയുന്നതിന് നമ്മളൊരു തീരുമാനം എടുക്കണില്ല. ഈ പ്രപഞ്ചം എങ്ങനെയാണോ ഈ പ്രകൃതിയെ കൊണ്ടുപോകുന്നത് അതിൻ്റെ കപ്പാസിറ്റിയിൽ നമുക്ക് നിൽക്കാൻ പറ്റണില്ലെങ്കിൽ എന്തുകൊണ്ട് നിൽക്കാൻ പറ്റണില്ല എന്നുള്ള ഭാഗം നമ്മൾ പരിശോധിച്ചിട്ട് വീണ്ടും വീണ്ടും നമ്മൾ വളരെ റിലാക്സ് ചെയ്ത് ഓക്കെ കാരണം എൻ്റെ തീരുമാനങ്ങൾ ശരിയല്ല എന്നും എൻ്റെ തീരുമാനങ്ങളെ ഞാൻ മാറ്റുമ്പോഴും എൻ്റെ പ്രപഞ്ചത്തിൻ്റെ ആ ശക്തി എന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. എൻ്റെ പ്രകൃതിക്ക് കോട്ടം വന്ന് ഞാൻ കൊണ്ട് നടന്ന് അത് ഞാൻ 35 വർഷമായിട്ട് കൊണ്ട് നടന്നുണ്ടാവും, ചിലപ്പോൾ 1500 വർഷമായിട്ട് തലമുറകളായിട്ട് കൈമാറി കൊണ്ടുവരുന്ന പ്രകൃതിയുടെ ഭാഗമായിട്ട് എന്നിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങളുണ്ടാവും. കാരണം ഞാൻ മനസ്സിലാക്കി. പക്ഷേ ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥ ആ ശക്തിയാണ് എന്നെ നിലനിർത്തുന്നത്, അല്ലാതെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളല്ല. അപ്പം ഞാനിപ്പം നിലനിൽക്കാൻ കാരണമായ ആ ശക്തി പ്രവർത്തിക്കുമ്പം എൻ്റെ പ്രകൃതിയിൽ എനിക്ക് അപ്രോപ്രിയേറ്റ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമ്പം ഞാനും തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തിയുടെ ഭാഗമായില്ലേ. വളരെ സിമ്പിളല്ലേ. ഇവിടെ എന്താ ചെയ്യണത്? ഇവിടെ ഓൾറെഡി പല സ്വപ്നങ്ങളിൽ നിന്ന് ഈ സ്വപ്നങ്ങൾ കംപ്ലീറ്റ് പ്രകൃതിയാക്കി വെച്ച്. കാരണം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അനുസരണയുള്ളവരുടെ കൂടെയാണ് അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ മാർഗത്തിലാണ് എന്ന് പഠിപ്പിച്ചു വെച്ച സ്വപ്നങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അവരെന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ള ഭാഗമില്ല. മനസ്സിലായോ? അതായത് പ്രാർത്ഥിച്ചിട്ട് പാലം തകർക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് പ്രാർത്ഥിച്ചിട്ട് അവനവനിലുള്ള രോഗങ്ങൾ മാറ്റാൻ പറ്റുന്നില്ല. അതായത് അവനവനിൽ പല രീതിയിലുള്ള ക്യാൻസറും പല പ്രോബ്ലംസും എല്ലാവരുടെ ഉള്ളിലുണ്ട്. ഇവർക്ക് പ്രാർത്ഥിച്ചിട്ട് ഇവർക്ക് പാലം തകർക്കാൻ പറ്റും, പക്ഷേ ഇവർക്ക് പ്രാർത്ഥിച്ചിട്ട് ഇവരുടെ ലോകം മാറ്റാൻ പറ്റണില്ല. എന്തുകൊണ്ടാണ്? കാരണം ഈ പ്രകൃതി, ഈ രോഗം വന്ന പ്രകൃതിയും അല്ലെങ്കിൽ ഈ രോഗം വന്ന ശരീരവും ഇതെല്ലാം പ്രപഞ്ചത്തിൻ്റെ ശക്തിയുടേതാണെന്ന് ഇവർ വിശ്വസിച്ചിരിക്കുകയാണ്. പ്രപഞ്ചത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നതിൽ യാതൊരുവിധ രോഗങ്ങളും ഇല്ല. അങ്ങനെ എല്ലാ രോഗങ്ങളും ഇപ്പം നമുക്കൊരു ചെറിയ വേദന വന്ന് ആ വേദന വരുമ്പം എൻ്റെ പ്രകൃതിയിൽ ഒരു മാറ്റമുണ്ടായി. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആ ശക്തി ഉപയോഗിച്ചിട്ട് ആ വേദന അവിടെ നിന്ന് മാറിപ്പോവുക. ഒരു മുറി വരുമ്പം എൻ്റെ പ്രകൃതിയിൽ എൻ്റെ അശ്രദ്ധ കൊണ്ട്, മനസ്സിലായോ? എൻ്റെ അശ്രദ്ധ കൊണ്ട് എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ വീണ്ടും ഈ ശക്തി പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ആ മുറിയെ വീണ്ടും അത് നല്ല രീതിയിൽ റീഫോം ചെയ്ത് നമ്മുടെ സ്കിന്നായിട്ട് മാറുന്നത്. അപ്പം പ്രവർത്തിക്കുന്ന ശക്തിയെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നമ്മൾ താഴെ വീണത്, അല്ലാതെ ആ ശക്തിയല്ല നമ്മളെ താഴെ തള്ളിയിട്ട്. കാരണം എവിടെയോ ഞാൻ എൻ്റെ പ്രകൃതത്തിൽ സ്റ്റക്കായി, അല്ലെങ്കിൽ ആഗ്രഹത്തിൽ സ്റ്റക്കായി, അല്ലെങ്കിൽ ഞാൻ കണ്ട സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങളുടെ പുറകെ പോകാനുള്ള എൻ്റെ വ്യഗ്രതയാണ് എൻ്റെ ആ പ്രകൃതിയിലുണ്ടായ മാറ്റത്തെ എനിക്കറിയാൻ പറ്റാതെ പോയത്. അപ്പോൾ നമ്മളെ കൂടെ ഇരിക്കുമ്പം എത്രത്തോളം ആ ഒന്നുമല്ലായ്മയിൽ നിന്ന് നമ്മളെ ശ്രദ്ധിക്കുമ്പം അവിടെയാണ് നമുക്ക് ആ കാര്യങ്ങളുടെ ക്ലാരിറ്റി കിട്ടുന്നത്. അല്ലാതെ മുന്നിലുള്ള ആളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാൾ മറ്റൊരു ഗുരുവിൻ്റെ കീഴിലോ അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ അടിമയാണെന്ന് പറയണതിൽ വല്ല കാര്യമുണ്ടോ? കാരണം ഈ ദൈവമാണ് അല്ലെങ്കിൽ ഈ ശക്തിയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ അനന്തതയിൽ നിന്ന് ഓരോരുത്തരിലും പ്രവർത്തിക്കുന്നത് അല്ലേ? അതുകൊണ്ടല്ലേ വിശക്കുമ്പം കൃത്യമായിട്ട് ഭക്ഷണം തന്നെ പോയി എടുത്ത് തിന്നണത്, അല്ലാതെ കല്ലും മുള്ളും ആരും എടുത്ത് തിന്നണില്ലല്ല. അപ്പോൾ അത് തലമുറകളായിട്ട് ചെയ്തത് കൊണ്ട് അതിനെയും പ്രകൃതിയാക്കി വെച്ചിട്ട് അതിൽ നിന്നും തീരുമാനമെടുക്കാൻ തുടങ്ങി. അതായത് മനുഷ്യൻ എങ്ങനെ നശിച്ചാലും മറ്റുള്ളവനെ എങ്ങനെ നശിപ്പിച്ചാലും നശിക്കാത്തതായിട്ട് കുറേ കാര്യങ്ങളുണ്ട് എന്ന്. ഇപ്പം മതങ്ങളാണെങ്കിലും ജാതിയാണെങ്കിലും രാജ്യങ്ങളാണെങ്കിലും ഇതൊന്നും ഒരു കാലത്തും നശിക്കൂല എന്നുള്ള ഭാഗത്തേക്ക് മനുഷ്യൻ എത്തപ്പെട്ട്. ഇതല്ല നശിക്കാത്തത്, ഈ ഭൂമിയാണ് നശിക്കാത്തത്. കാരണം എന്താ? നിരന്തരം ഈ പ്രപഞ്ചം പ്രവർത്തിക്കുന്ന മാറ്റങ്ങൾക്ക് ഈ ഭൂമി വിധേയമായതുകൊണ്ട് ഈ ഭൂമി മാറണില്ല. അപ്പോൾ എഴുതപ്പെട്ടൊരു പുസ്തകം, ആ പുസ്തകത്തിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, കാരണം അതിന് ജീവനില്ല. ജീവനുള്ളത് നമുക്കാണ്. മാറ്റങ്ങൾ വരുത്തേണ്ടതും ഇവിടെ തുടരേണ്ട ആവശ്യവും നമുക്കാണ്.
അല്ലാതെ നമ്മൾ ആരെയും പിന്തുടരുന്ന ഭാഗമല്ല, നമ്മളിലുള്ള തുടർച്ചയാണ് നമ്മൾ പിന്തുടരേണ്ടത്. അല്ലാതെ ഒരു പുസ്തകം വായിച്ചിട്ട് നമുക്ക് ബോധം വരിക, അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ അടുത്തേക്ക് പോയിട്ട് നമുക്ക് ബോധം വരുന്ന ഭാഗം, അതെല്ലാം പ്രകൃതിയുടെ ചില കളികളാണ്, മനസ്സിലായോ? അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ പോയിട്ട് നമ്മൾ കാണുന്ന കാഴ്ചയിലാണ് നമ്മൾ സ്റ്റക്കാവുന്നതെങ്കിൽ പിന്നെ നമ്മളിലുള്ള മാറ്റം അറിയാൻ ഈ ലോകത്തിൽ ആർക്കാണ് പറ്റുക? അതുകൊണ്ട് ഗുരു എന്ന് പറയുന്നത് നമ്മുടെ മുന്നിലൊക്കെ നമ്മൾ ഗുരുവിന് കൊടുക്കുന്ന സ്ഥാനം, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന സ്ഥാനം, അത് അത്രയും വിശാലമായ അല്ലെങ്കിൽ അത്രയും മഹത്തായൊരു സ്ഥാനമായതുകൊണ്ട് അടുത്ത് കാണുന്ന പട്ടിക്കും പൂച്ചക്കും അല്ലെങ്കിൽ എലിക്കാട്ടത്തിനും വരെ അതേ സ്ഥാനം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതിനെയാണ് നമ്മൾ ഗുരു. അല്ലാതെ ഒരു വ്യക്തിക്ക് നമ്മൾ ഭയങ്കര ഒരു സ്ഥാനം കൊടുത്ത് എന്നിട്ട് ബാക്കി കാണുന്നവരോട് മുഴുവൻ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റണില്ല. ഇപ്പോൾ ചില ആൾക്കാർ നമ്മളെ വിളിക്കുമ്പോൾ പറയും, ഓക്കെ ഷാഫിയും അല്ലെങ്കിൽ ശബാഷിനൊക്കെ എന്ത് പറയുമ്പോഴും നമുക്കതിൽ വിഷമം വരുന്നില്ല, അല്ലെങ്കിൽ ദേഷ്യം വരുന്നില്ല. പക്ഷെ വീട്ടിലുള്ള ചില ആൾക്കാർ പറയുമ്പം, കാരണം അവർക്ക് ആ ഭാഗം കൂടി തിരിച്ചറിയാൻ പറ്റണില്ല. അവരെ തന്നെ ഡിവൈഡഡ് ഇൻ ടു മെനി പാർട്സ്. അപ്പോൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ, ഈ ആളോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ, അവരുടെ ഉള്ളിൽ തന്നെ അവർ പല പീസാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തിന്? അവരുടെ പ്രകൃതം ഇതാണെന്ന് അവർക്കൊരു മാനസികമായ സ്വപ്നങ്ങളാണ്. ആ മാനസികമായ സ്വപ്നത്തിൽ നിന്നുകൊണ്ട് ഈ ശരീരം പ്രവർത്തിക്കാനുള്ള കാരണത്തെ മനുഷ്യൻ തീരുമാനമെടുത്ത് ജഡ്ജ്മെൻ്റ് എടുത്തിട്ട് പീസാക്കി, വെറും പീസാക്കിയിട്ട് യാതൊരു സമാധാനവും ഇല്ല. പീസാക്കിയിട്ട് സമാധാനത്തിന് വേണ്ടിയിട്ട് അവർ വാദിക്കുകയാണ്. അതായത് ഞാൻ എന്നെ കീറി മുറിച്ച് എൻ്റെ ഞരമ്പുകളെ കട്ട് ചെയ്തിട്ട് ഞാൻ മറ്റുള്ളവരോട് സമാധാനത്തിന് വേണ്ടിയിട്ട് വാദിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് എനിക്ക് സമാധാനം ഇല്ല എന്ന് പറയാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണെന്ന് പറയാണ്. കാരണം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണെന്ന് പറയണവരെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എന്താ? അവനവന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് യാതൊരു ഉത്തരവും കിട്ടണില്ല. അതുകൊണ്ടാണ് അതുപോലും മറ്റുള്ളവൻ്റെ തലയിൽ വെച്ച് കെട്ടുന്നത്. അല്ലെങ്കിൽ ഇവർക്ക് ദൈവവുമായിട്ട് നല്ല ബന്ധമാണെങ്കിൽ ഈ ദൈവത്തോട് ഇവർ പ്രാർത്ഥിച്ചാൽ പോരെ. അതായത് ഇവരുടെ ഉള്ളിൽ അവരുടെ മക്കളോ അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ സമൂഹമോ ഒരു പ്രോബ്ലംസ് ഉണ്ടാക്കുന്നതായിട്ട് ഇവർക്ക് ഫീൽ ചെയ്ത്, ഇവരുടെ ഉള്ളിലല്ല ഈ പ്രോബ്ലം ഉള്ളത്. ആ പ്രോബ്ലത്തിനെ മാറ്റാൻ അവർ നന്നാവാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന നേരം കൊണ്ട് എൻ്റെ ഉള്ളിൽ നിന്ന് ആ പ്രോബ്ലത്തെ എടുത്ത് കളയാൻ വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയല്ലേ? അപ്പം പാലം തകർക്കാനുള്ള ശക്തി പ്രാർത്ഥനയ്ക്കുണ്ടെന്ന് പറയുന്നവർ അവനവൻ്റെ രോഗവും അവനവൻ്റെ കൂടെയുള്ളവരുടെയും രോഗം മാറ്റാൻ വേണ്ടിയിട്ട് വലിയ പ്രാർത്ഥനകൾ വെക്കുക, എന്നിട്ട് ആ രോഗത്തിൽ നിന്ന് മുക്തമാവാൻ നോക്കുക. അവിടെയാണ് ജീവിതമുള്ളത്. അവിടെയാണ് പ്രകൃതിയുടെ അപ്പുറത്തുള്ള ഒരു ശക്തി. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആ പ്രകൃതിയിലേക്കുള്ള ആ ശക്തിയുടെ ഒഴുക്കിനെ ഞാൻ തടസ്സപ്പെടുത്താതെ ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളാണ്.